നമസ്കാരം. കേരളം വിധി എഴുതിയിരിക്കുന്നു. UDF-ന് 102 സീറ്റുകൾ, LDF-ന് 35. അക്കങ്ങളിൽ പതറാൻ നാം തയ്യാറല്ല. കാരണം ഇത് അന്തിമ വിധിയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു പൊള്ളത്തരത്തിന്റെ മറനീക്കലാണ്. പോരാട്ടവീര്യം ചോരാത്ത ഇടത് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ: തല കുനിക്കേണ്ടതില്ല. നമ്മൾ തോറ്റത് വഞ്ചിക്കപ്പെട്ട വാഗ്ദാനങ്ങൾക്ക് മുന്നിലാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടത് നേരും നുണയും തമ്മിലുള്ള മത്സരമായിരുന്നു. ആശാ വർക്കർമാരുടെ സമരപന്തലിൽ പോയി നൽകിയ ആ വാഗ്ദാനം നമ്മൾ മറന്നിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ശമ്പളം 21,000 രൂപയാക്കുമെന്ന്, സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര, ഇൻഷുറൻസ്, കേൾക്കാൻ എന്ത് സുഖം. പക്ഷേ ജനങ്ങളെ മോഹിപ്പിച്ച ഈ വാഗ്ദാന പെരുമഴ പെയ്തു തോരുമ്പോൾ ബാക്കിയാകാൻ പോകുന്നത് വെറും വാചക കസർത്ത് മാത്രമായിരിക്കും. ഇതൊന്നും നടപ്പിലാക്കിയില്ലെങ്കിലും അവർക്ക് വേവലാതിയില്ല. കാരണം കോൺഗ്രസ് തന്നെ ഭയക്കുന്നത് തുടർ ഭരണം എന്ന വാക്കിനെയാണ്. തുടർച്ചയായി അധികാരത്തിലിരുന്നാൽ പാർട്ടി നശിക്കുമെന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ അവർക്ക് പ്രാധാന്യം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിപിടിയായിരിക്കും. 5 വർഷം ഭരിക്കാൻ അവർക്ക് സമയം കിട്ടില്ല എന്നതാണ് വാസ്തവം. I ഗ്രൂപ്പും A ഗ്രൂപ്പും പിന്നെ പുതിയ ഗ്രൂപ്പുകളുമായി അവർ തെരുവിൽ തമ്മിലടിക്കുന്നത് കാണാൻ കേരളം കാത്തിരുന്നോളൂ. ഭരണയന്ത്രം തുരുമ്പെടുക്കും, വികസനം വഴിമുട്ടും. വിയർപ്പൊഴുക്കി നേടിയ വികസന നേട്ടങ്ങളെ തകർക്കാൻ അനുവദിക്കാത്ത കരുത്തുറ്റ പ്രതിപക്ഷമായി നാം നിയമസഭയിലുണ്ടാകും. ഇടതുപക്ഷ പ്രവർത്തകരെ ആവേശം കൈവിടരുത്. നുണകൾക്ക് ആയുസ് കുറവാണ്. അഴിമതിയും ഗ്രൂപ്പ് കളിയും നിറഞ്ഞ 5 വർഷങ്ങളാകും ഇനി വരാനിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇതെഴുതി വെച്ചോളൂ. ജനങ്ങൾ സത്യം തിരിച്ചറിയുന്ന ആ നിമിഷം കേരളം വീണ്ടും ചുവപ്പണിയും. പോരാട്ടം തുടരും, കൂടുതൽ കരുത്തോടെ. ഓർക്കുക, നുണകൾക്ക് ആയുസ് കുറവാണ്.